ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കപ്പ ബിരിയാണി. കുഞ്ഞപ്പന് ഇഷ്ടമാണോ കപ്പ ബിരിയാണി? അല്ലേ, കുഞ്ഞപ്പന് എന്നാ ബിരിയാണി ഇഷ്ടം? കുഞ്ഞപ്പന് ചിക്കൻ ബിരിയാണി ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് കാരണം നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം അടുക്കളയിൽ റെഡിയാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കപ്പ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ബീഫും ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്നും ഇടുന്നില്ല, ഇറച്ചി മാത്രമേ വെക്കുന്നുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ബീഫ് കറിക്കുള്ള സാധനങ്ങളുണ്ടോ. ബീഫ് വെന്തുകൊണ്ടിരിക്കുകയാണ്. ബീഫ് കറിയിലേക്ക് ആഡ് ചെയ്യാനുള്ള സവോള, പച്ചമുളക്, തക്കാളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, മസാലക്കൂട്ട്. അപ്പൊ നമ്മൾ ബീഫ് കറി വെക്കാനുള്ള ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലേ? നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. കപ്പ ഇപ്പൊ മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് പകുതി എടുത്ത് കറിക്കും, പകുതി കപ്പ ബിരിയാണി വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ബീഫ് കറിയും ഉണ്ട്, കപ്പ ബിരിയാണിയും ഉണ്ട്. ബീഫ് ഫ്രൈ ഉണ്ടോ? ചിക്കൻ ഫ്രൈ ഉണ്ടല്ലേ? ഇന്ന് ഭയങ്കര സംഭവം കേട്ടോ. നമുക്ക് നഷീറെ ചേട്ടനും അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ബീഫും ചിക്കനും എല്ലാം മേടിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും. സവോളയുടെ കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും ക്യാപ്സിക്കവും പൊടികളൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് കപ്പയായിട്ടൊരു മിക്സിംഗ് ഉണ്ട് അല്ലേ? നമുക്ക് ചിക്കൻ രാവിലെ വറുത്ത് കറി വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചോറൊക്കെ റെഡി ആയില്ല, ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ കംപ്ലീറ്റ് ആയി. തക്കാളിയും ക്യാപ്സിക്കും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ടി അപ്പോൾ നമുക്കിനി അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ഗരം മസാലപ്പൊടിയുണ്ട്. ഓക്കെ, എല്ലാ മസാലപ്പൊടികളും മല്ലിപ്പൊടിയുണ്ട്. എല്ലാ പൊടികളും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. സെപ്പറേറ്റ് എടുത്ത് പറയണ്ടല്ലോ. എല്ലാ പൊടികളും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ആ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിരുന്നു കേട്ടോ. ഇന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് കപ്പയിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ട് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ബീഫ് കറിക്കും ബാക്കിയുള്ളതാണല്ലോ നമ്മൾ കപ്പയിലേക്ക് മിക്സ് ചെയ്ത് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയും കപ്പയൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ രാവിലെ തന്നെ ചിക്കൻ കറി നല്ല വറുത്ത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട് അല്ലേ? ഓക്കെ, ഉണ്ടാക്കിയിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചോളൂ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കറിക്കും പിരിയുന്ന എടുത്തിട്ടാണ് കപ്പ ഇവിടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കുഴച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ബീഫ് കറി കുറച്ച് ആഡ് ചെയ്തിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബാക്കി വരുന്നത് ബീഫ് കറിയായി. ഇട്ടോളൂ, എടുത്തിട്ട് ഇട്ടോളൂ. ഇങ്ങനെ കണ്ടോ നമ്മുടെ രീതിയിലുള്ള കപ്പ ബിരിയാണി. നമ്മൾ കുറച്ച് ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ കുറച്ച് കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ രീതിയിലുള്ള കപ്പ ബിരിയാണി ഇങ്ങനെയൊക്കെയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പ ബിരിയാണി അല്ലേ? ശരിക്കുള്ള കപ്പ ബിരിയാണി എങ്ങനെയാ? ഇങ്ങനെയാണോ? എല്ലാ ആയാലും ഇറച്ചി ആയാലും വേവിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ.
കപ്പ നന്നായിട്ട് വെന്ത് പോയി. മിക്സിയിൽ അടിച്ചത് മിക്സിയിൽ കടിച്ചായിരുന്നു കപ്പ ഇച്ചിരി ഇറച്ചി കിട്ടേ കിട്ടാ കുറച്ചും ടേസ്റ്റ് കൂടും. കുറച്ചും കൂടി ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ തട്ടിക്കൂട്ടിയൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയെന്ന് മാത്രം. ബാക്കിയുള്ളതാ ബീഫ് കറിക്കായിട്ട് അവിടെ ബീഫ് കറി ആക്കി നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി, അതായത് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കിയ തട്ടിക്കൂട്ടി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ. അത് വേറെ ഒന്നുമല്ല, നാളെ ഞാൻ ഫുഡ് കഴിച്ച് ഇപ്പോൾ വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ കപ്പ ബിരിയാണി ഫാനല്ലാട്ടോ. എനിക്ക് നോർമൽ ചിക്കൻ ബിരിയാണിയോട് കുറച്ചുകൂടി താല്പര്യം കൂടുതൽ. ബീഫ് ഇവിടെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വേവായിട്ടുണ്ട് കപ്പ. കേട്ടോ നല്ല വേവ് ബീഫ് കഷ്ണം എടുത്തിട്ട് മോശമൊന്നും പറയാനൊന്നുമില്ല. കപ്പയുടെ വേവ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ പഞ്ഞി പോലെ നല്ല സൂപ്പർ വെന്ത് പോയിട്ടുണ്ട്. പിന്നെ ബീഫും നല്ല വേവും പിന്നെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അതൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നില്ല. എന്തായാലും നമ്മൾ ഈ കപ്പ ബിരിയാണിയുടെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ